ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ഇലാ യൗമിദ്ദീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മുടെ 25ാമത്തെ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽപ്പെട്ട ഒരു സിഫത്തിനെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മുടെ ഖുർആനിൻ്റെ ഭാഷയായ അറബി ഭാഷയുടെ ബേസിക് ക്ലാസ് 25ാമത്തെ ക്ലാസ്സോട് കൂടെ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ ഇനി അഡ്വാൻസ് ക്ലാസ്സിൽ തുടങ്ങണമെങ്കിൽ ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, എന്നെങ്കിലേ ഈ അഡ്വാൻസ് ക്ലാസ്സിലെ കൊണ്ട് പ്രയോജനപ്പെടുകയുള്ളൂ. ഇതുവരെയുള്ള നമുക്ക് കഴിഞ്ഞ 24 ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ച ഒരാൾക്ക് ഒരു ചെറിയ കുട്ടി എണീറ്റ് നിൽക്കാൻ പഠിച്ച പോലെയാണ്. സ്വന്തമായി ഒന്ന് തപ്പിത്തടഞ്ഞ് എണിച്ച് നിൽക്കാൻ പഠിച്ചാൽ പിന്നെ അവർക്ക് നടക്കണമെങ്കിൽ, പിച്ച വെച്ച് നടക്കണമെങ്കിൽ ഒരു വിരലിൻ്റെ സഹായം ഉണ്ടായാൽ അവൻ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങും. അതല്ലെങ്കിൽ ഒരു ചുമരിൻ്റെയോ മറ്റൊരു വസ്തുക്കളുടെയോ സഹായത്തോടെ പിച്ച വെച്ച് നടക്കാൻ അവനക്ക് സാധിക്കും. പിന്നീട് അവനക്ക് സ്വന്തമായി നടക്കാനും ഓടാനും ചാടാനും എല്ലാത്തിനും കഴിയും. പക്ഷെ എന്തുണ്ടായിരിക്കണം, ഈ ബേസിക് ഫോർമുലകളും ഒരുപാട് ഫോർമുലകളും നിയമങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നമുക്ക് അറിഞ്ഞിരിക്കണം, എങ്കിലേ ഈ അഡ്വാൻസ് ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. എന്നിട്ടേ കാര്യമുള്ളൂ. കാരണം വെറുതെ കേട്ടുപോയിട്ട് ഇന്ന് കാര്യമില്ല. അങ്ങനെ താല്പര്യമുള്ളവർ, ഇത് പഠിച്ചവർ, പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാണ്ട് പഠിക്കാതെ ഈ ഫോർമുലകളൊക്കെ നമ്മൾക്ക് മനസ്സിലുണ്ടായിരിക്കണം. ഒരുപാട് കുറേ ഫോർമുലകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് കുറേ ആയത്തുകളുടെ ചെറിയ ഭാഗങ്ങളും നമുക്ക് കേൾക്കുമ്പോൾ അതിൻ്റെ ആശയം നമുക്ക് മനസ്സിൽ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ചില ദുആകളുടെയും നമസ്കാരത്തിൽ നമ്മൾ പറയുന്ന പ്രാർത്ഥനകളുടെയും ഒക്കെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് പറയണമെങ്കിൽ അത് പഠിച്ചാലേ കഴിയുള്ളൂ. അപ്പം അതുകൊണ്ട് ഇത് പഠിച്ചവർ താല്പര്യമുണ്ടെങ്കിൽ, അത് ഇനിയിപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയിട്ടാണ് തുടങ്ങാൻ പോകുന്നത്. താല്പര്യമുള്ളവർ 7025050444 എന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. പക്ഷെ പഠിച്ചവർക്ക് കാര്യം ഉപകാരപ്പെടുകയുള്ളൂ, അതിലൊന്നും കാര്യമില്ല. ഈ നിയമങ്ങൾ കുറേ ഫോർമുലകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലാണ് മറ്റുള്ള ഫോർമുലകളൊക്കെ വരിക. അപ്പം ഇത് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഈ എന്തെങ്കിലും കേട്ടാലൊക്കെ, കുറേ ആയത്ത് കേട്ടാലൊക്കെ നമുക്ക് മനസ്സിൽ അതിൻ്റെ ആശയം ഉൾക്കൊള്ളാൻ കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ വിശേഷങ്ങളിൽപ്പെട്ട ഒരു വിശേഷണമാണ് അസ്സമിയ. അസ്സമിയ എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവൻ, എല്ലാം സൂക്ഷ്മമായി കേൾക്കുന്നവൻ. ഇപ്പം നമ്മൾക്ക് കേൾവിയുണ്ട്, കാഴ്ചയുണ്ട്, അതൊക്കെ അള്ളാഹുവിനെ പറയുമ്പോൾ ഓരോരോ സിഫത്തുകളാണ്. ആ സിഫത്ത് എങ്ങനെയാണോ അള്ളാഹു പറയുന്നത്, അള്ളാഹുവും അവൻ്റെ റസൂലും പറയുന്നത്, അതപ്പടി നമ്മൾ സ്വീകരിക്കൽ നമ്മളെ ബാധ്യതയാണ്. പിന്നെ അള്ളാഹു അങ്ങനെ ഉണ്ടോ, ഇപ്പം അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹു അറിയും എന്ന് പറയുമ്പോൾ അതുണ്ടാവുക, അങ്ങനെ അറിയാൻ പറ്റുമോ? നമ്മൾ ഹൃദയത്തിൽ ചിന്തിക്കുന്ന അറിയാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ അത് വേറൊരാൾക്ക് അറിയും എന്ന് വിചാരിച്ചാലോ ആ അള്ളാഹുവിൻ്റെ സിഫത്തിൽ അത് പങ്കുചേർക്കലായി. അപ്പോൾ പങ്കുചേർക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഗുരുതരമായ അപകടമാണ്. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ മറ്റൊരാൾക്ക് പങ്കുചേർക്കുക എന്നുള്ളത് അത് വലിയ ഗുരുതരമാണ്. അള്ളാഹു അതിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അത് ഷിർക്കാണെന്നാണ്. അള്ളാഹുവിനുള്ള കഴിവ് നമ്മൾ മറ്റൊരാൾക്ക് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ, നമ്മൾ വിശ്വസിച്ചാൽ തന്നെ അത് ഷിർക്ക് സംഭവിക്കും. അള്ളാഹു സൂറത്തുൽ ഫാത്തിറിൽ പറയുന്നുണ്ട്, പല കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട്
യൂലിജുൽ ലൈല ഫിൻ നഹാരി യൂലിജുൻ നഹാറ ഫിൽ ലൈലി വസഖറ ശംസ വൽ ഖമറ കുല്ലു യജ്രി അജ്ലിൻ മുസമ്മ. അവൻ രാത്രിയെ പകലിൽ പ്രവേശിക്കുന്നു, പകലിനെ രാത്രിയിൽ പ്രവേശിക്കുന്നു, സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തി തരുകയും ചെയ്തിരിക്കുന്നു, ഓരോന്നിനും നിർണയിക്കപ്പെട്ട അവധി വരേക്കും സഞ്ചരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് ദാലിക്കുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. അവനാണ് നിങ്ങളുടെ റബ്ബ്, അവനാണ് രാജാധികാരം. എന്നിട്ട് പറയാണ് വല്ലദീന തദൂന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ തദൂന നിങ്ങൾ ദുആ ചെയ്യുന്നു, മിൻ ദൂനി അവനെ കൂടാതെ, മാ യംലികൂന മിൻ ഖിത്മീർ അവരുണ്ടല്ലോ, അവർ ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാട പോലും, ഒരു കുരുവിൻ്റെ പാടുണ്ടല്ലോ അതുപോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ അവരോട് ദുആ ചെയ്യുന്നത്? 14-ാമത്തെ ആയത്തിൽ വീണ്ടും പറയാണ് ഇൻ തദൂഹും ലാ യസ്മഉ ദുആക്കും. നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളെ ദുആ അവൾ കേൾക്കുകയില്ല. ഓരോ സമയവും മസ്തജാബുലക്കും നിങ്ങൾ കേട്ടു എന്നാണ് വിചാരിക്കുക. മസ്തജാബുലക്കും നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല. വയോമൽ ഖിയാമത്തി അന്ത്യനാളിൽ യക്ഫുറൂന ബിശ്ശിർക്കിക്കും നിങ്ങൾ ഈ ചെയ്ത ഷിർക്കുണ്ടല്ലോ, കാരണം അവരോട് ഈ ചെയ്ത ദുആ അത് ഷിർക്കാണെന്നാണ് അള്ളാഹു പറഞ്ഞത്. യക്ഫുറൂന ബിശ്ശിർക്കിക്കും വലാ യുനബ്ബിയുക മിസ്ലു ഖബീർ. നിങ്ങൾക്ക് സൂക്ഷ്മജ്ഞാനിയെ പോലുള്ള ഒരാൾ നിങ്ങൾക്ക് വർത്തമാനം അറിയിക്കുവാനില്ല. അള്ളാഹുവാണ് ഈ വർത്തമാനം അറിയിച്ചു തരുന്നത്. ഇതുപോലെ വർത്തമാനം അറിയിക്കാൻ മറ്റൊരാളുമില്ല. നിങ്ങൾ അവരോട് ദുആ ചെയ്യുകയാണ് ഇൻ തദൂഹും ലാ യസ്മഉ ദുആക്കും. നിങ്ങൾ അവരോട് ദുആ ചെയ്യുകയാണെങ്കിൽ ലാ യസ്മഉ ദുആക്കും നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. ഓരോ സമയവും ഞങ്ങൾ കേട്ടു എന്ന് വിചാരിക്കുക തന്നെ മസ്തജാബുലക്കും നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയുമില്ല. വയോമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്ശിർക്കിക്കും നിങ്ങൾ ഈ ചെയ്ത ഷിർക്കുണ്ടല്ലോ അത് അവർ നിശ്ചയിക്കാൻ ഞങ്ങളോട് ആരും വിചാരിച്ചിട്ടൊന്നുമില്ല. അവർ കാരണം അവർക്കറിയില്ല. ഈ ദുനിയാവിൽ നിന്ന് പുറത്ത് പോയി മരണപ്പെട്ടു പോയാൽ പിന്നെ അവർക്ക് ഈ ഒരു ദുനിയാവുമായിട്ടൊരു ബന്ധമില്ല. ഒരാളുപയോഗിക്കുക മിസ്ലു ഖബീർ സൂക്ഷ്മജ്ഞാനിയെ പോലുള്ള ഒരാൾ നിങ്ങൾക്ക് വർത്തമാനം അറിയിക്കുവാനില്ല. അത് അള്ളാഹു അറിയിച്ചു തരാണ്, വേറെ ആൾ നിങ്ങൾക്ക് അറിയിക്കാനില്ല. അതുപോലെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ അസ്സമീ എന്ന് പറയുമ്പോൾ എല്ലാം കേൾക്കുന്നവനാണ്. നമുക്കറിയാം ലോകത്ത് എത്ര ജനങ്ങളുണ്ടെങ്കിലും ഏത് ഭാഷക്കാരനാണെങ്കിലും ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്ക് അള്ളാഹുവിനെ വിളിക്കാം. അള്ളാഹു നമ്മുടെ കണ്ടനാടിയേക്കാൾ അടുത്തവനാണ്. കണ്ടനാടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കർണഞരമ്പല്ല, അതിനേക്കാൾ അടുത്തവനാണ് അള്ളാഹു എന്നാണ് പറയുന്നത്, ഖുർആനിൽ പറയുന്നത്. പിന്നെ എന്തിനാണ് നിങ്ങൾ മറ്റൊരാളെ വിളിക്കുന്നത്? അള്ളാഹു പറയാണ് ഉമാ യസ്തവിൽ അഹിയാ വൽ അബ്സാർ. അന്ധനും കാഴ്ചയുള്ളവനും സമമാവുകയില്ല. വല ദുലുമാത്തു വല്ല നൂർ. അന്ധകാരവും പ്രകാശവും സമമാവുകയില്ല. വല ദില്ലു വല ഹുറൂർ. തണലും ചൂടും സമമാവുകയില്ല. ഒമാ യസ്തവിൽ അഹിയാ വൽ അംവാത്തു. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും സമമാവുകയില്ല. ഇന്നല്ലാഹു യുസ്മിഉ മൻ യശാഉ. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ കേൾപ്പിക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്ന അവൻ കേൾപ്പിക്കും. ഒമാ അന്തബി മുസ്മീൻ. നീ കേൾപ്പിക്കുന്നവനല്ല. മൻഫിൽ ഖുബൂർ. ഖബറുകളിൽ ഉള്ളവരെ താങ്കൾ കേൾപ്പിക്കുന്നവനല്ല. അത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. ഈ അള്ളാഹുവിൻ്റെ വിശേഷണമാണ് ഖബറിലുള്ളവരെ കേൾപ്പിക്കുക എന്നുള്ളത്. അള്ളാഹു ഉദ്ദേശിച്ച കേൾക്കും. പക്ഷെ ഒമാ അന്ത മുസ്മീൻ മൻഫിൽ ഖുബൂർ. നിങ്ങൾ ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ കഴിയുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കണം. അള്ളാഹുവിൻ്റെ വിശേഷണം അള്ളാഹുവാണ് പറയുന്നത്. അള്ളാഹുവോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഇന്ന വിശേഷണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കണം. പിന്നെ അങ്ങനെ സംശയം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ കേൾക്കുമോ, നമ്മൾക്കും കേൾപ്പിച്ചൂടെ, അല്ലെങ്കിൽ നമ്മൾക്കും കേൾപ്പിച്ചൂടെ എന്ന് അള്ളാഹുവിനെ അങ്ങോട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അള്ളാഹു എന്താണോ പറഞ്ഞത് അത് സ്വീകരിക്കുക. അതിനപ്പുറം അതിന് ചോദ്യം ചെയ്യരുത്. ചോദ്യം ചെയ്യാതെ അതിനെ സ്വീകരിക്കണം. അള്ളാഹു പറഞ്ഞതാണ് മരണപ്പെട്ടവരും ജീവിക്കുന്നവരും സമമാവുകയില്ല. ഇന്നല്ലാഹു യുസ്മിഉ മൻ യശാഉ. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ കേൾപ്പിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നീ കേട്ടു എന്ന് വിചാരിക്കുക തന്നെ. അള്ളാഹു പറഞ്ഞാൽ കേൾക്കുക. അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല.
ഇന്നല്ലാഹു യുസ്മിഉ മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ കേൾപ്പിക്കുന്നു. ഒമാ അന്ത ബിസ്മിഉ, താങ്കൾക്ക് അവരെ കേൾപ്പിക്കാൻ കഴിയുകയില്ല. മൻ ഫിൽ ഖുബൂർ, ആരെ ഖബറിലുള്ളവരെ അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയുകയില്ല എന്ന് അള്ളാഹുവിന്റെ വിശേഷണമായി പറയുകയാണ്. അതിന് നമ്മൾ സംശയം പ്രകടിപ്പിക്കാൻ പാടില്ല. അത് അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള ചോദ്യം ചോദിക്കണ്ട. അത് അള്ളാഹുവിനെ അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്. അപ്പം അത്തരം അപകടങ്ങൾ നമ്മളെ ജീവിതത്തിൽ വന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്തുകൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇനി നിങ്ങൾക്ക് പഠിക്കാം. കാരണം നമ്മളെ മരണശേഷം കുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദ, ഓരോരുത്തരെയും ഒറ്റക്കാണ് അള്ളാഹു നമ്മളെ വിചാരണ ചെയ്യുന്നത്. ഒരു കൂട്ടമായിട്ടല്ല, ഒരു സംഘടനയുടെ കീഴിലല്ല, ഓരോരുത്തരോടും ഒറ്റക്കൊറ്റക്കായിട്ടാണ് ചോദ്യം ചെയ്യുക. അപ്പോൾ അള്ളാഹു നമ്മളോട് ചോദിക്കൂലേ, മനുഷ്യ നിനക്ക് എൻ്റെ ഹിദായത്ത് വന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? ഈ ഖുർആൻ നിനക്ക് വന്ന് കിട്ടിയിട്ടത് എൻ്റെ കലാമല്ലേ, അള്ളാഹുവിൻ്റെ കലാമല്ലേ ഇത്? ഇതിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളല്ലേ ഉള്ളൂ. ഒരു വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലല്ലോ. മറ്റൊരാൾ പറഞ്ഞ കാര്യങ്ങളല്ലല്ലോ ഈ ഖുർആനിലുള്ളത്. ഈ ഖുർആനിൽ അള്ളാഹുവിൻ്റെ വിശേഷണമായി പറഞ്ഞിട്ട് നിനക്കത് മനസ്സിലായില്ലേ എന്ന് ചോദിക്കില്ലേ? അപ്പോൾ ഓരോരുത്തർ വിചാരണ നാളിൽ നമ്മൾക്ക് എന്ത് പറയാനുണ്ട്, ഖുർആനിൽ നമ്മൾക്ക് എന്ത് മനസ്സിലാക്കി എന്ന് വെച്ചാൽ ആരെയും അനുസരിക്കേണ്ട എന്നല്ല. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിൻ്റെ ദൂതനെ അനുസരിക്കണം, നിങ്ങളിലുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്? വൈൻ തനാദത്തും ഫി ഷൈഇൻ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ആ കാര്യങ്ങൾ നിങ്ങൾ മടക്കണം, എങ്ങോട്ട്? ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം. പിന്നെ അവിടെ കൈകാര്യകർത്താവില്ല. അവിടെ നിങ്ങൾ ഖുർആനും സുന്നത്തിലേക്കുമാണ് മടക്കേണ്ടത്. എന്തെങ്കിലും സംശയം ഉണ്ടായാൽ ഒരു നിങ്ങൾക്ക് പരസ്പര വിരുദ്ധമായ ആരെങ്കിലും ആശയം പറഞ്ഞാൽ, ഈ ഖുർആനിന് വിരുദ്ധമായിട്ട് ഓരോരുത്തരുടെയും വ്യാഖ്യാനം മറ്റൊരാൾ പറയുകയാണെങ്കിൽ, അള്ളാഹു ഈ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും വ്യാഖ്യാനം പറയുകയാണെങ്കിൽ പിന്നെ അവിടെ കൈകാര്യകർത്താക്കൾക്ക് സ്ഥാനമില്ല. അത് അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്ക് മാത്രമാണ് മടക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആശയവ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്കും ആ കാര്യം മടക്കുക. അതിലുണ്ടോ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹു എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? അവർ കേൾക്കുമെന്നാണോ അല്ല കേൾക്കില്ല എന്നാണ് ഇത് തീരുമാനിക്കുക. എന്നിട്ട് നമ്മളെ കാര്യത്തിന് നമ്മൾക്ക് തീരുമാനമെടുക്കാം. അതാണ് അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യുക, ഒറ്റക്കൊറ്റക്ക് വിചാരണ ചെയ്യുമെന്ന് പറഞ്ഞ്. അപ്പോൾ ആ വിചാരണ നേരിടാൻ നമ്മൾക്ക് ഖുർആനിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അള്ളാഹുവിൻ്റെ വിശദമായി പറഞ്ഞിട്ടുണ്ടോ, അതൊക്കെ അപ്പടി സ്വീകരിക്കുക. അതിൽ ഒരു സംശയം പ്രകടിപ്പിക്കാതെ, അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യാതെ, അള്ളാഹു വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിനെ അറിയേണ്ട മുറുകപ്രകാരം അറിയണം. വഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ അറിയണം അള്ളാഹു ഏകനാണ്. ഒരു ഇലാഹുമില്ല, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്ന വസ്തു ഏതാണോ അതൊക്കെ ഇലാഹാണ്. അതുകൊണ്ടാണല്ലോ ആദ്യം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ആശ്ചര്യപ്പെട്ടു ഖുറൈശികൾ. അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ആശ്ചര്യപ്പെട്ടു. എന്താ പോയി പറഞ്ഞത്? ഇവിടെ ഒരുപാട് അള്ളാഹുവിനെ അവർ ആരാധിക്കുന്നുണ്ട്. അള്ളാഹുവിന് പുറമെ മറ്റുള്ള പല വിഗ്രഹങ്ങളോടും ലാത്ത ഉസ്സ മനാത്ത പോലുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം മുതലായ അമ്പിയാക്കന്മാരോടും അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒഴിവാക്കണം എന്നാണോ പറഞ്ഞത്? അതിന് ഒരിക്കലും തയ്യാറല്ല. ഇതൊരു ആശ്ചര്യമായ കാര്യം തന്നെയാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാണോ ആരാധിക്കപ്പെടുന്നത്, എന്തിനാണോ ആരാധിക്കപ്പെടുന്നത്, അതൊക്കെ ഇലാഹാണ്. അപ്പോൾ ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ മറ്റൊരാളും തന്നെ ഇല്ല എന്ന് നമ്മൾ അറിയണം. എന്നിട്ട് നമ്മൾ തീരുമാനിക്കുക, നമ്മൾ മരണപ്പെട്ടവരെ വിളിച്ച് പ്രാർത്ഥിക്കണോ വേണ്ടയോ എന്ന്. അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകാൻ അള്ളാഹു തൗഫീഖ് നൽകാൻ, അള്ളാഹു സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകാനും തമ്പുരാന്. അസത്യം ഏതായാലും അത് അസത്യമാണെന്ന് മനസ്സിലാക്കാനും അതും ജീവിതത്തിൽ നിന്ന് കൈവടിയാനും അള്ളാഹുവെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകാനുമേ. അള്ളാഹുവെ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അതുപോലെ ഈ 25ാമത്തെ ക്ലാസ്സോടുകൂടെ ഈ അറബി ഭാഷയുടെ ബേസിക് ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്.
ഇൻഷാല്ല അഡ്വാൻസ് ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ, ഇത് പഠിച്ചിട്ടുള്ളവർ മാത്രം അതിൽ ചേരാൻ വേണ്ടി ശ്രമിക്കുക. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.